കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ട കൊടും ഭീകരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറും എന്ന് ട്രംപ് അറിയിച്ചു. അതിനോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ള ചിലരും ഈ പരിഗണനയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ പ്രധാനമായി കാണുന്നത് ഖാലിസ്ഥാൻ ഭീകരരാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. US ഇന്ത്യ പങ്കാളിത്തത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഭീഷണിയാകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുൻ ഇന്ത്യൻ അംബാസഡറായ തരൺജീത് സിംഗ് സന്ധുവും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് നടത്തിയ പത്രസമ്മേളനത്തിൽ എല്ലാം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പല പേരുകളും പരിഗണനയിലുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇന്ത്യ വളരെ കാലമായി ആവശ്യപ്പെടുന്ന ഖാലിസ്ഥാൻ ഭീകരനായ പന്നുവിനെയാണ്. പന്നുവിനെ വിട്ടുകിട്ടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ചയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും അത്തരമൊരു ചർച്ചകൾ മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത്തരത്തിലേക്കും ചർച്ചകൾ പോകുന്നു. കാരണം ഇന്ത്യയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും കുടിയേറി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന അനവധി ഭീകരരുണ്ട്. അത് ഖാലിസ്ഥാൻകാർ മാത്രമല്ല, തീവ്ര ഇസ്ലാമിസ്റ്റുകളും മറ്റുമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അടക്കം ഉള്ള ഫണ്ട് ചെയ്തിട്ടുള്ള ആളുകളും മറ്റുമൊക്കെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവരെ ഓരോ രാജ്യത്തു നിന്നും പുറത്താക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ അത് കൂടുതൽ സൗകര്യപ്രദമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും ഈ പുറത്താക്കുന്ന കൂട്ടത്തിൽ തന്നെയും ഒപ്പം അവിടെ നിന്ന് പിടിച്ച് ഇന്ത്യക്ക് കൈമാറുന്ന രീതിയിലുമൊക്കെ കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.